നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിലായി 16 പുരസ്കാരങ്ങളാണ് ജനകീയ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത്. പുരസ്കാര വിതരണം സെപ്റ്റംബർ 5-ന്. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലെ വഴിയോര കച്ചവടക്കാരെ പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിലേക്ക് പുനരധിവസിപ്പിക്കുന്ന നടപടി സംസ്ഥാന വഴിയോര തർക്ക പരിഹാര സമിതി സ്റ്റേ ചെയ്തതായി വഴിയോര വ്യാപാര സ്വയം തൊഴിൽ സമിതി. കെട്ടിടത്തിലെ ബങ്കുകൾ ഭരണകക്ഷിയുടെ ഇഷ്ടക്കാർക്ക് മാത്രമാണ് അനുവദിച്ചിരിക്കുന്നതെന്നും വഴിയോര തർക്ക പരിഹാര സമിതി. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ കാലാവസ്ഥ അനുകൂലമായാൽ അടുത്തയാഴ്ചയെന്ന് ഡ്രെഡ്ജിംഗ് കമ്പനി. ഇത് സംബന്ധിച്ച് ഭരണകൂടത്തിന്റെ നിർദ്ദേശം ലഭിച്ചതായും കമ്പനി. കാസർഗോഡ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന 3000 ഇലക്ട്രോണിക് സിഗരറ്റുമായി 2 പേർ പിടിയിൽ. ജില്ലയിലെ വിവിധ കടകളിൽ ഈ സിഗരറ്റിന്റെ വിൽപ്പന നടക്കുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന ശക്തം. മംഗളൂരുവിൽ മാരക മയക്കുമരുന്നായ MDMAയുമായി കാസർഗോഡ് സ്വദേശികൾ ഉൾപ്പെടെ 3 പേർ പിടിയിൽ. ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളാണ് പിടിയിലായത്. കാസർഗോഡ് മല്ലമ്പാറയിൽ പുലി കെണിയിൽ കുടുങ്ങി ചത്ത സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഒളിവിലായിരുന്ന M സുന്ദരനായിക്കാണ് വനം വകുപ്പിന്റെ പിടിയിലായത്. വാർത്തകൾ വിശദമായി. രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച സീരിയലിനുള്ള പുരസ്കാരത്തിന് കുടുംബശ്രീ ശാരദയും മികച്ച ജനപ്രീതിയുള്ള സീരിയലിന് ചെമ്പനീർ പൂവും അർഹമായി. ചെമ്പരത്തി സീരിയലിലെ പ്രഭിനാണ് മികച്ച നടൻ. മൗനരാഗം സീരിയലിലെ ഐശ്വര്യ രാംസായിയാണ് മികച്ച നടി. 2024 സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിലായി 16 പുരസ്കാരങ്ങളാണ് ജനകീയ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത്. പുരസ്കാരങ്ങൾ സെപ്റ്റംബർ 5-ന് വൈകിട്ട് 5 മണി മുതൽ തൃശൂർ ഹയാത്ത് റീജൻസിയിൽ നടക്കുന്ന താരാഘോഷ പരിപാടികളിൽ വിതരണം ചെയ്യും. കൊച്ചി കലൂർ IMA ഹൗസിൽ നടത്തിയ അവാർഡ് പ്രഖ്യാപന വാർത്താ സമ്മേളനത്തിൽ കേരള വിഷൻ ചാനൽ ചെയർമാൻ PS സിബി, കേരള വിഷൻ ചാനൽ MD പ്രജേഷ് അച്ചാണ്ടി, COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, KCCL ചെയർമാൻ K ഗോവിന്ദൻ, സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ K, യെല്ലോ ക്ലൗഡ് ചെയർമാൻ ശിവപ്രസാദ് M എന്നിവരാണ് രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചത്. മലയാള ടെലിവിഷൻ രംഗത്തെ പ്രതിഭകൾക്കും കലാമൂല്യമുള്ള സൃഷ്ടികൾക്കും കേരള വിഷൻ നൽകി വരുന്ന സുപ്രധാന പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. 2024 സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിലായി 16 പുരസ്കാരങ്ങളാണ് ജനകീയ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത്. മികച്ച നടനുള്ള പുരസ്കാരത്തിന് സി കേരളം സംപ്രേഷണം ചെയ്ത ചെമ്പരത്തി എന്ന സീരിയലിലെ അഭിനയത്തിന് പ്രബിൻ അർഹനായി. ഏഷ്യാനെറ്റിലെ മൗനരാഗം എന്ന സീരിയലിലെ അഭിനയത്തിലൂടെ ഐശ്വര്യ രാംസായി മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായി. മികച്ച സീരിയലിനുള്ള പുരസ്കാരത്തിന് കുടുംബശ്രീ ശാരദയും മികച്ച ജനപ്രീതിയുള്ള സീരിയലിന് ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവും അർഹമായി. 2024 സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിലായി 16 പുരസ്കാരങ്ങളാണ് ജനകീയ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുത്തത്. ഏറ്റവും മികച്ച നടനായി പ്രബിൻ, സി കേരളം, കുടുംബശ്രീ ശാരദ. ഏറ്റവും മികച്ച നടി ഐശ്വര്യ രാംസായി, ഏഷ്യാനെറ്റിലെ മൗനരാഗം. മികച്ച സംവിധായകൻ ദ ബെസ്റ്റ് ഡയറക്ടർ മഞ്ജു ധർമ്മൻ, ചെമ്പനീർ പൂവ്, ഏഷ്യാനെറ്റ്. ബെസ്റ്റ് ആങ്കർ ഇൻ മലയാളം ടെലിവിഷൻ ലക്ഷ്മി നക്ഷത്ര, ഫ്ലവേഴ്സ് TV, സ്റ്റാർ മാജിക്. Most popular actor, the award goes to Sajan Surya. ഏഷ്യാനെറ്റിലെ ഗീതാ ഗോവിന്ദം എന്ന സീരിയലിനാണ് അദ്ദേഹം വെച്ചുള്ളത്. അപ്പോൾ സാജൻ സൂര്യയാണ് മോസ്റ്റ് പോപ്പുലർ ആക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മോസ്റ്റ് പോപ്പുലർ ആക്ട്രസ്സായി തിരഞ്ഞെടുത്തത് റബേക്ക സന്തോഷ്. അത് കളിവീട് എന്ന സീരിയലിലാണ്. സൂര്യ TVയിൽ സംപ്രേഷണം ചെയ്തു വരുന്ന കളിവീട് എന്ന സീരിയലിലെ അഭിനയത്തിനാണ് റബേക്ക സന്തോഷിന് മോസ്റ്റ് പോപ്പുലർ ആക്ട്രസ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. പുരസ്കാരങ്ങൾ സെപ്റ്റംബർ 5-ന് വൈകിട്ട് 5 മണി മുതൽ തൃശൂർ ഹയാത്ത് റീജൻസിയിൽ നടക്കുന്ന താരാഘോഷ പരിപാടികളിൽ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സിനിമ, സീരിയൽ, സംഗീത രംഗത്തെ താരങ്ങളും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ബിസിനസ് ലീഡേഴ്സും അവാർഡ് നിശയിൽ പങ്കെടുക്കും. തുടർന്ന് പ്രശസ്ത ഗായിക സിതാരയും സംഘവും നയിക്കുന്ന മ്യൂസിക് നൈറ്റും ഉണ്ടായിരിക്കും. KCCL MD സുരേഷ് കുമാർ,
COA സെക്രട്ടറി നിസാർ കോയ പറമ്പിൽ, വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ, വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ, കേരള വിഷൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ PS രജനീഷ്, ഷുക്കൂർ കോളിക്കര, സുധീഷ് പട്ടണം, സുബ്രഹ്മണ്യൻ, COA സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ അബൂബക്കർ സിദ്ദിഖ്, KV രാജൻ, ബിജുകുമാർ എന്നിവരും അവാർഡ് പ്രഖ്യാപന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ച് പുതിയ ബസ് സ്റ്റാൻഡിൽ തയ്യാറാക്കിയ കെട്ടിടത്തിലേക്ക് പുനരധിവസിപ്പിക്കുന്ന നഗരസഭയുടെ നടപടി സംസ്ഥാന വഴിയോര തർക്ക പരിഹാര സമിതി സ്റ്റേ ചെയ്തതായി വഴിയോര വ്യാപാര സ്വയം തൊഴിൽ സമിതി. പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിലെ ബങ്കുകൾ ഭരണകക്ഷിയുടെ ഇഷ്ടക്കാർക്ക് മാത്രമാണ് അനുവദിച്ചിരിക്കുന്നതെന്നും വഴിയോര വ്യാപാര സ്വയം തൊഴിൽ സമിതി ആരോപിച്ചു. കാസർഗോഡ് MG റോഡിൽ നിന്നും വഴിയോര കച്ചവടക്കാരെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലെ ബങ്കുകളിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നടപടി ശരിയായ രീതിയിലല്ലെന്ന ആരോപണവുമായി വഴിയോര വ്യാപാര സ്വയം തൊഴിൽ സമിതി CITU. ഈ നടപടി സംസ്ഥാന വഴിയോര തർക്ക പരിഹാര സമിതി സ്റ്റേ ചെയ്തതായി വഴിയോര വ്യാപാര സ്വയം തൊഴിൽ സമിതി പറയുന്നു. നഗരത്തിൽ സ്വയം തൊഴിലിനായി വഴിയോര കച്ചവടം ചെയ്ത് ഉപജീവനം നടത്തുന്ന 100-ലധികം പേരാണ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഒഴിപ്പിക്കപ്പെട്ടത്. ഇവരുടെ തൊഴിൽ സംരക്ഷിക്കുവാൻ നടപടിയെടുക്കാതെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ച ബങ്കുകൾ ഭരണകക്ഷിയുടെ ഇഷ്ടക്കാർക്ക് മാത്രമാണ് അനുവദിച്ചിരിക്കുന്നതെന്ന് വഴിയോര വ്യാപാര സ്വയം തൊഴിൽ സമിതി ജില്ലാ സെക്രട്ടറി MR ദിനേശൻ പറഞ്ഞു. കച്ചവടം കൂടുതലുള്ള പഴയ ബസ് സ്റ്റാൻഡിലെ വഴിയോര കച്ചവടക്കാരെ കച്ചവടം കുറഞ്ഞ പുതിയ സ്റ്റാൻഡിലേക്ക് മാറ്റുന്നത് ഗുണകരമാകില്ലെന്നും MR ദിനേശൻ പറഞ്ഞു. പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ തന്നെ കച്ചവടം ഇല്ല. ഈ ഭാഗത്ത് ഇരിക്കുന്ന ആൾക്കാർക്ക് അവിടെ കച്ചവടം കിട്ടുമോ? ഫുട്പാത്ത് കച്ചവടം എന്ന് പറഞ്ഞാൽ ആളുകൾ യാത്ര ചെയ്യുമ്പോൾ യാദൃശികമായി കണ്ട് വാങ്ങിക്കുന്ന സാധനങ്ങളാണ്. മുൻകൂട്ടി പർച്ചേസ് ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന ആളുകൾ മാർക്കറ്റ് നോക്കിപ്പോൾ അല്ലെങ്കിൽ എവിടെയാണ് വില കുറച്ച് കിട്ടുന്നത് അവിടത്തേക്ക് നോക്കിപ്പോവും. ഇപ്പം നിലവിൽ കച്ചവടം ചെയ്ത് വലിയ കുഴപ്പമില്ലാതെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് അവരെ മാറ്റുക എന്നുള്ള അതുമാത്രമല്ല, അവിടെ കൊടുത്തിരിക്കുന്ന ബങ്കുകൾ ആർക്കൊക്കെയാണ് കൊടുത്തത് കൃത്യമായി സുതാര്യമായിട്ടല്ല. അവർക്ക് താല്പര്യമുള്ള ചില ആളുകൾക്ക് കൊടുത്തു എന്നല്ലാതെ യഥാർത്ഥ തൊഴിലാളികൾക്കല്ല. അതുപോലെ കച്ചവടം ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ അപേക്ഷ കൊടുത്തിട്ട് വർഷങ്ങളായി കാത്തിരിക്കുന്ന ആളുകൾക്കും തിരിച്ചൽ കാർഡ് കൊടുക്കാൻ നഗരസഭ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ റോഡിൽ നിന്ന് റോഡിൻ്റെ പണിൻ്റെ ഭാഗമായി ഒഴിവാക്കിയപ്പെട്ട മുഴുവൻ തൊഴിലാളികൾക്കും പ്രതിവാസം കൊടുക്കാനും അതുപോലെ തന്നെ നഗരസഭയിൽ കിട്ടിയിരിക്കുന്ന അപേക്ഷ കൃത്യമായി പരിശോധിക്കാനും അവർക്ക് ഒരു വിവേചനമില്ലാതെ കൃത്യമായി അർഹതയുള്ളവരാണെന്ന് കണ്ടെത്തിയ മുഴുവൻ ആളുകൾക്കും കച്ചവടം ചെയ്യാനുള്ള അവകാശം കൊടുക്കണം. നിലവിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ തയ്യാറാക്കിയ ബങ്കുകളിലേക്ക് 28 വഴിയോര കച്ചവടക്കാരെയും 5 ലോട്ടറി കച്ചവടക്കാരെയുമാണ് മാറ്റിപ്പാർപ്പിക്കുന്നത്. എന്നാൽ പഴയ ബസ് സ്റ്റാൻഡിലെ കച്ചവടം പുതിയ ബസ് സ്റ്റാൻഡിൽ തങ്ങൾക്ക് ലഭിക്കില്ലെന്ന് ലോട്ടറി കച്ചവടക്കാർ പറയുന്നു. ഇപ്പോൾ നഗരസഭ ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റുന്നതാണ് പറഞ്ഞത്. അവിടെ ഇപ്പോൾ നമ്മൾക്കിപ്പോൾ തന്നിട്ടില്ല. ഒന്നുകിൽ നമുക്ക് കെട്ടിത്തരണം. അവിടെ അതേപോലെ അവർക്ക് കൊടുത്ത പോലെ നമുക്കും തരണം. പിന്നെ അവിടെ പോയത് കൊണ്ട് ഇപ്പോൾ ലോട്ടറി കച്ചവടം എന്ന് പറഞ്ഞാൽ 3 മണിയാകുമ്പോൾ ഡ്രോ നടക്കുന്നതാണ്. അപ്പോഴേക്ക് ഇത് വിറ്റ് തീരേണ്ട കാര്യമാണ്. അതില്ലെങ്കിൽ നമുക്ക് കച്ചവടം കിട്ടുന്ന ഉറപ്പൊന്നുമില്ല. സ്റ്റേ കൊടുക്കാൻ ലോട്ടറിക്കാരെല്ലാം കംപ്ലീറ്റ് ഇവർ ഒഴിവാക്കിയിട്ട് അവിടെ പുറത്ത് കൊണ്ടുവെക്കണം എന്ന് പറഞ്ഞു. എന്തിനും ആവശ്യപ്പെടാതെല്ലാം പിന്നെ ടോക്കൺ എടുത്തിട്ട് കൊടുത്തു. എസ്റ്റിക്കാർക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെയല്ലേ ഇത് ലോട്ടറിക്കാർ, അവരൊരു ജീവനമാർഗമല്ലേ. നഗരസഭ വഴിയോര കച്ചവടക്കാരെ പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിലേക്ക് പുനരധിവസിപ്പിക്കുന്ന നടപടി സംസ്ഥാന വഴിയോര തർക്ക പരിഹാര സമിതി സ്റ്റേ ചെയ്തതായുള്ള വിവരം അറിയില്ലെന്ന് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പറഞ്ഞു. വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുന്ന നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ചെയർമാൻ പറഞ്ഞു. അങ്ങനെ ഒരു പരാതിയൊന്നും കാസർഗോഡ് നഗരസഭയ്ക്ക് വന്നിട്ടില്ല. അതായത് വേറെ സംഘടനകളൊന്നും പിന്നെ ഇതിനെതിരായിട്ട് പോയിട്ടുള്ളതായിട്ടുള്ള ഒരു വിവരമൊന്നും കാസർഗോഡ് നഗരസഭയ്ക്ക് വന്നിട്ടില്ല. ഏതായാലും തെരുവോര കച്ചവടത്തിന് അവിടുന്ന് മാറ്റപ്പെടണം എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. കാരണം ഒന്ന്, നമ്മുടെ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് അത് കിടക്കുന്നുള്ളത്. തെരുവോര കച്ചവടത്തിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ 28 തെരുവോര കച്ചവടക്കാരും അതിൻ്റെ അകത്തുള്ള തന്നെ 5 ലോട്ടറി കച്ചവടക്കാരെയും കൂട്ടി 33 ആളുകളെ പുതിയ ബസ് സ്റ്റാൻഡിലുള്ള തെരുവോര കച്ചവടത്തിൻ്റെ സ്ഥലത്തേക്ക് മാറ്റപ്പെടുകയാണ്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന്റെ വടക്കുഭാഗത്ത് 32.74 ലക്ഷം രൂപ ചിലവിലാണ് വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാനായി കെട്ടിടം നിർമ്മിച്ചത്. 35 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് ഓരോ മുറികളും തയ്യാറാക്കിയിരിക്കുന്നത്. നേരത്തെ വലിച്ചു തുറക്കുന്ന വാതിലുകളുള്ള മുറികളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവയെല്ലാം ഷട്ടർ മുറികളാക്കി മാറ്റിയിട്ടുണ്ട്. 2018 തെരുവ് കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചത്.
2021 64 പേർക്കുള്ള കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള സ്ഥലനിർണ്ണയം നടത്താൻ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തിയപ്പോൾ ബസ് ഉടമകളും തൊഴിലാളികളും ചേർന്ന് ഇത് തടയുകയും ഒടുവിൽ കളക്ടർ അടക്കം സ്ഥലത്തെത്തി നടത്തിയ ചർച്ചയെ തുടർന്ന് 64 പേർക്കുള്ള കെട്ടിടമെന്നത് 28 പേർക്കുള്ള കെട്ടിടമാക്കി ചുരുക്കുകയുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ കാലാവസ്ഥ അനുകൂലമായാൽ അടുത്തയാഴ്ചയെന്ന് ഡ്രഡ്ജിംഗ് കമ്പനി. ഇത് സംബന്ധിച്ച് ഭരണകൂടത്തിന്റെ നിർദ്ദേശം ലഭിച്ചതായും കമ്പനി അധികൃതർ അറിയിച്ചു. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ കാലാവസ്ഥ അനുകൂലമായാൽ അടുത്ത ആഴ്ചയെന്ന് ഡ്രഡ്ജിംഗ് കമ്പനി. അടുത്ത ആഴ്ച ഡ്രഡ്ജർ എത്തിക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം ലഭിച്ചു. നിലവിലെ കാലാവസ്ഥ അനുകൂലമല്ലെന്നും മറ്റു പരിശോധനകളെല്ലാം പൂർത്തിയായി എന്നും കമ്പനി അറിയിച്ചു. ഇന്നലെയും ഇന്നുമായി നേവി ഗംഗാവലി പുഴയിൽ സോണാർ പരിശോധന നടത്തി. പുഴയിലെ അടിയൊഴുക്ക് അറിയുന്നതിനായാണ് പരിശോധന നടത്തിയത്. നിലവിൽ അടിയൊഴുക്ക് ശക്തമാണെന്ന് നേവി പറഞ്ഞു. കഴിഞ്ഞ ദിവസം MK രാഘവൻ MPക്കും AKM അഷ്റഫ് MLAയ്ക്കുമൊപ്പം അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഡ്രഡ്ജർ എത്തിച്ച് പരിശോധന നടത്താൻ തീരുമാനമായത്. ജൂലൈ 16-ന് ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിലാണ് അർജുൻ ഉൾപ്പെടെയുള്ളവരെ കാണാതായത്. ഇതുവരെ നടത്തിയ പരിശോധനയിൽ അർജുന്റെ ലോറിയുടെ ജാക്കിയും മരത്തടി കെട്ടാൻ ഉപയോഗിച്ച കയറും കണ്ടെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. കാസർഗോട്ട് കാറിൽ കടത്തുകയായിരുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന 3000 ഇലക്ട്രോണിക് സിഗരറ്റുമായി 2 പേർ പിടിയിൽ. മഞ്ചേശ്വരം പൊസോട്ട് റിഫാദ് മൻസിലിൽ PM മുഹമ്മദ് ബഷീർ, മീഞ്ച കടമ്പാർ ബഡ്ത്തിപ്പദവ് വീട്ടിൽ മുഹമ്മദ് ഷെരീഫ് എന്നിവരാണ് കാസർഗോഡ് ടൗൺ പോലീസിന്റെ പിടിയിലായത്. 300 സിഗരറ്റുകൾ അടങ്ങിയ 10 ബോക്സുകളാണ് കാറിലുണ്ടായിരുന്നത്. കോഴിക്കോട് നിന്നും പൂനെയിലേക്ക് കടത്തുകയായിരുന്നു ഇവ. ജില്ലയിലെ വിവിധ കടകളിൽ സിഗരറ്റിന്റെ വിൽപ്പന നടക്കുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന ശക്തമാണ്. കാസർഗോഡ് ആനബാഗിലു റോഡിനടുത്ത് വച്ചാണ് കാറിൽ നിന്ന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന 3000 ഇലക്ട്രോണിക് സിഗരറ്റുകളുമായി മഞ്ചേശ്വരം പൊസോട്ട് റിഫാദ് മൻസിലിൽ PM മുഹമ്മദ് ബഷീർ, മീഞ്ച കടമ്പാർ ബഡ്ത്തിപ്പദവ് വീട്ടിൽ മുഹമ്മദ് ഷെരീഫ് എന്നിവർ കാസർഗോഡ് ടൗൺ പോലീസിന്റെ പിടിയിലായത്. ഇൻസ്പെക്ടർ P നളിനാക്ഷൻ, SI AC ഷാജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സിഗരറ്റ് പിടികൂടിയത്. കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികളെ പിന്നീട് നോട്ടീസ് നൽകി വിട്ടയച്ചു. കോഴിക്കോട് നിന്ന് പൂനെയിലേക്ക് കടത്തുന്നതായിരുന്നു സിഗരറ്റ്. മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള കാർ പാതയോരത്ത് ടയർ പഞ്ചറായതിനെ തുടർന്ന് കാസർഗോഡ് ആനബാഗിലു റോഡിനടുത്ത് നിർത്തിയിട്ടിരുന്നു. സംശയകരമായ സാഹചര്യത്തിൽ കാർ കണ്ടതിനെ തുടർന്ന് പോലീസ് പരിശോധന നടത്തുകയായിരുന്നു. ഒരു വാഹനം പാർക്ക് ചെയ്ത് കംപ്ലീറ്റ് എന്താ പറയാ പൊടി പിടിച്ച് നിലവിലുണ്ടായിരുന്നു. അപ്പോൾ അത് സംശയം തോന്നി ഞങ്ങൾ 2 ആളോടെ ഉണ്ടായിരുന്നു. പരിശോധിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിരോധിത സിഗരറ്റ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ സ്റ്റേഷനിൽ കൂട്ടി കൊണ്ടുവന്നു. അപ്പോൾ അതിനവരോട് ചോദിച്ചപ്പോൾ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് കാർഗോ വഴി കിട്ടിയ സാധനം പൂനെയിൽ ഒരു ഷോപ്പുണ്ട്, അവിടേക്ക് കൊണ്ടുവന്നു. ഒരു മഞ്ചേശ്വരം സ്വദേശികളാണ് 2 പേര്. അതിൽ ഒരാളുടെ പേര് മുഹമ്മദ് ബഷീർ, മറ്റാളുടെ പേര് മുഹമ്മദ് ഷെരീഫ്. 10 ബോക്സ് അതിൽ 3000 അവർ പറഞ്ഞത് 18 ലക്ഷം രൂപ മാർക്കറ്റിൽ വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ഒരെണ്ണത്തിന് 600 വെച്ചിട്ടാണ് ശരിയാക്കുന്നത്. പോലീസ് സംഘത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ K രഞ്ജിത്ത്, സനീഷ് എന്നിവരും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ബന്ദിയോട്ടെ ഒരു കടയിൽ സിഗരറ്റ് വിൽപ്പന നടത്തുകയായിരുന്ന 2 പേരെ കുമ്പള പോലീസ് പിടികൂടിയിരുന്നു. ഒരു ഇലക്ട്രോണിക് സിഗരറ്റിന് 700 മുതൽ 1500 രൂപ വരെയാണ് വില ഈടാക്കുന്നത്. മൊബൈൽ ഫോൺ ചാർജർ ഉപയോഗിച്ചാണ് സിഗരറ്റിന്റെ ബാറ്ററി ചാർജ് ചെയ്യുന്നത്. കാസർഗോഡ് ജില്ലയിലെ വിവിധ കടകളിൽ ഇതിന്റെ വിൽപ്പന നടക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗളൂരുവിൽ മാരക മയക്കുമരുന്നായ MDMAയുമായി കാസർഗോഡ് സ്വദേശികൾ ഉൾപ്പെടെ 3 പേർ പിടിയിൽ. ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളാണ് പിടിയിലായത്. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നവരാണ് ഇവരെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കാർ വാടകയ്ക്കെടുത്ത് MDMA ഉൾപ്പെടെയുള്ള മാരക മയക്കുമരുന്ന് വസ്തുക്കൾ കർണാടകയിലെയും കേരളത്തിലെയും വിവിധ ജില്ലകളിലെത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളാണ് മംഗളൂരുവിൽ പിടിയിലായത്. കാസർഗോഡ് സ്വദേശികളായ ഷാജഹാൻ, മുഹമ്മദ് നിഷാദ്, മടിക്കേരി സ്വദേശി മൻസൂർ എന്നിവരെയാണ് മംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഘത്തിൽ നിന്ന് 42 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തു. മൊബൈൽ ഫോണുകളും 2 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ഡിജിറ്റൽ വെയ്റ്റ് സ്കെയിൽ എന്നിവയും പിടിച്ചെടുത്തു. MDMA കടത്താൻ ഉപയോഗിച്ച ബലേനോ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു.
ബംഗളൂരുവിൽ നിന്ന് മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘം കർണാടകത്തിലെയും കേരളത്തിലെയും വിവിധയിടങ്ങളിലെത്തിച്ച് വിൽപ്പന നടത്തി വരികയായിരുന്നു. പ്രധാനമായും വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് വിൽപ്പന. ആഡംബര ജീവിതം നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നതെന്നും പോലീസ് പറഞ്ഞു. പിടിയിലായ ഷാജഹാനെതിരെ മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് മേൽപ്പറമ്പ്, ബേക്കൽ, വിദ്യാനഗർ, കുമ്പള, കാസർഗോഡ് പോലീസ് സ്റ്റേഷനുകളിലായി 7 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രതിയായ മുഹമ്മദ് നിഷാദിന്റെ പേരിൽ പുത്തൂർ നഗർ, മടിക്കേരി പോലീസ് സ്റ്റേഷനുകളിലായി 2 ഇരുചക്ര വാഹനങ്ങൾ മോഷ്ടിച്ചതിനും കേസുണ്ട്. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. ഉപ്പളയിൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് അടച്ചിട്ട പഞ്ചായത്ത് റോഡ് ഇപ്പോഴും തുറന്നു നൽകിയില്ല. ഇതേ തുടർന്ന് ദേശീയപാതയിലേക്ക് എത്തുവാൻ വഴിയില്ലാതെ പ്രദേശവാസികൾ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു. ഉപ്പള ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി അടച്ചിട്ടിരുന്ന പല വഴികളും പിന്നീട് തുറന്നുകൊടുത്തിരുന്നു. എന്നാൽ ഉപ്പള ടൗണിൽ നിന്ന് മത്സ്യ മാർക്കറ്റിലേക്കും ടൗണിലെ മറ്റു വ്യാപാര സ്ഥാപനങ്ങളിലേക്കും പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന പഞ്ചായത്ത് റോഡ് ഇപ്പോഴും അടച്ചിടപ്പെട്ട നിലയിലാണ്. റോഡ് നിർമ്മാണ പ്രവർത്തനം തീർന്ന ശേഷം സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു നാട്ടുകാർ. എന്നാൽ ഇപ്പോഴും റോഡ് തുറന്നു നൽകാത്ത സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ ഹൃദയഭാഗമായ ഉപ്പള ടൗണിൽ പൊതുജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായിരുന്ന റോഡ് അടച്ചിടുന്ന നടപടിയിൽ വിയോജിപ്പുണ്ടെന്ന് നാട്ടുകാർ ആരോപിച്ചു. റോഡ് അടച്ചിട്ടതിനാൽ ദേശീയപാതയിലേക്ക് എത്തുവാൻ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നേരത്തെ നിർമ്മിച്ച കോൺക്രീറ്റ് റോഡ് ഉൾപ്പെടെ ഉപയോഗശൂന്യമായ അവസ്ഥയിലാണിപ്പോൾ. അതിനാൽ ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കണ്ടെത്തണമെന്നും അധികാരികൾ അനങ്ങാപ്പാറ നയം അവസാനിപ്പിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഈ റോഡ് ഇങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ കുറേ പ്രയാസം ബുദ്ധിമുട്ടുണ്ട്. ചുറ്റിയിട്ട് കുറേ കറങ്ങിയിട്ട് വരേണ്ടി വരും. ഈ മാർക്കറ്റിൻ്റെ റോഡെന്ന് പറഞ്ഞാൽ അതും നേരെയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ റോഡ് എന്താക്കണം, അനുവദിച്ചിട്ട് പഞ്ചായത്തിൻ്റെ റോഡാണ്, അതൊന്ന് വീണ്ടും അനുവദിച്ചിട്ട് ഞങ്ങൾക്ക് തരണം. വർഷങ്ങളായി ഉപയോഗിച്ചിരുന്ന ഈ പഞ്ചായത്ത് റോഡ് ദേശീയപാത വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം അടച്ചിടേണ്ട സാഹചര്യമില്ലെന്നും ഇത്തരത്തിൽ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കുന്ന വികസനം ജനങ്ങളെ കൂടുതൽ പ്രശ്നങ്ങളിലാക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. ഇതിൽ ഒരുപാട് വീടുകളും കടകളും ഉള്ളതാണ്. ഇതിന് ഈ റോഡ് ബന്ധായി കിടക്കുകയാണ്. ഇതിന് ആൾക്കാർക്ക് പോകാനും വരാനോ ആകെ ബുദ്ധിമുട്ടായിട്ടുള്ളത്. ഇതിന് അധികൃതരുടെ മേലെ നടപടി എന്തായാലും ഉണ്ടാകണം. തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്ന് വീടുകളിലേക്കും മത്സ്യ മാർക്കറ്റിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും നടന്നു വന്നിരുന്ന നാട്ടുകാർ ഇപ്പോൾ വാഹനങ്ങൾ ഉൾപ്പെടെ മറ്റു വഴികൾ സ്വീകരിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ന്യായമായ ആവശ്യം ശക്തമാക്കുകയാണ് നാട്ടുകാർ. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് മല്ലമ്പാറയിൽ പുലി കെണിയിൽ കുടുങ്ങി ചത്ത സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഒളിവിലായിരുന്ന എം സുന്ദരനായിക്കാണ് വനം വകുപ്പിന്റെ പിടിയിലായത്. കാസർഗോഡ് മല്ലമ്പാറയിൽ കെണിയിൽ കുടുങ്ങി പുലി ചത്ത സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. മല്ലമ്പാറയിലെ എം സുന്ദരനായിക്കാണ് വനം വകുപ്പിന്റെ പിടിയിലായത്. കാസർഗോഡ് റേഞ്ച് ഓഫീസർ CV വിനോദ് കുമാറും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇതേ സംഭവത്തിൽ മല്ലമ്പാറയിലെ എം ചന്ദ്രശേഖര നായിക്കിനെ നേരത്തെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തിരുന്നു. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. ഈ മാസം 9-നാണ് മല്ലമ്പാറയിലെ അയ്യപ്പ നായിക്കിന്റെ പറമ്പിൽ പന്നിക്ക് വെച്ച കെണിയിൽ കുടുങ്ങിയ നിലയിൽ പുലിയെ കണ്ടെത്തിയത്. ചന്ദ്രശേഖര നായിക്കും സുന്ദര നായിക്കും ചേർന്ന് വെച്ച കെണിയിലാണ് പുലി കുടുങ്ങിയത്. അക്രമാസക്തനായ പുലിയെ വയനാട്ടിൽ നിന്നും മയക്കുവെടി വിദഗ്ധരെ എത്തിച്ച് രക്ഷപ്പെടുത്താനായിരുന്നു ശ്രമം. എന്നാൽ ഉദ്യോഗസ്ഥരെത്തും മുൻപ് തന്നെ പുലി ചത്തു. അന്ന് ചന്ദ്രശേഖര നായിക്കിനെ അറസ്റ്റ് ചെയ്തെങ്കിലും സുന്ദര നായിക് ഒളിവിൽ പോവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വയനാട് ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് തങ്ങളാൽ കഴിയുന്ന സഹായം എത്തിക്കുവാൻ പാലട പായസ ചലഞ്ച് നടത്തി തൃക്കരിപ്പൂർ കൈക്കോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS വളണ്ടിയർമാർ. 1/2 ലിറ്റർ പായസം ഉൾക്കൊള്ളുന്ന 1000 കണ്ടെയ്നറുകൾ ചലഞ്ചിന്റെ ഭാഗമായി അവർ തയ്യാറാക്കി വിതരണം ചെയ്തു. വയനാട് ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് തങ്ങളാൽ കഴിയുന്ന സഹായം എത്തിക്കാൻ പാലട പായസ ചലഞ്ച് നടത്തി തൃക്കരിപ്പൂർ കൈക്കോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാർ. 1/2 ലിറ്റർ പായസം ഉൾക്കൊള്ളുന്ന 1000 കണ്ടെയ്നറുകൾ ചാലഞ്ചിന്റെ ഭാഗമായി തയ്യാറാക്കി വിതരണം ചെയ്തു. VHSCയിലെ 100 NSS വളണ്ടിയർമാരാണ് 2 ആഴ്ച കൊണ്ട് ചാലഞ്ചിലേക്കുള്ള കൂപ്പണുകൾ വിൽപ്പന നടത്തി പണം സ്വരൂപിച്ചത്. ഈ വയനാട് ദുരന്തമുഖത്തുള്ള ആളുകളെ ചേർത്ത് പിടിക്കുന്നതിനും അതോടൊപ്പം ഈ വിദ്യാലയത്തിലെ പാവപ്പെട്ട കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇന്ന് ഇതോടെ ഒരു പായസ ചാലഞ്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, സംസ്ഥാനത്ത് അല്ലെങ്കിൽ ലോകത്ത് തന്നെയുള്ള എല്ലാ മലയാളികളും
കേരളത്തിൽ ഈ അടുത്ത് കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തമായിരുന്നു വയനാട് സംഭവിച്ചത്. അതിനെ ചേർത്ത് പിടിക്കാൻ എല്ലാ ഭാഗത്തു നിന്നും കാണിക്കുന്ന ഈ ഒരു സ്നേഹപ്രകടനം, അതിൻ്റെ ഒരു ഭാഗമായാണ് ഈ VHSയിലെ NSS വളണ്ടിയർമാർ ഇത്തരമൊരു പരിപാടിയുമായി മുന്നോട്ട് വന്നത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ചന്ദേര SI ജയചന്ദ്രൻ പായസ ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് S അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. മാനേജർ PP അബ്ദുള്ള, പ്രിൻസിപ്പൽ PP അബൂബക്കർ, KV ഗോപിക്കുട്ടി എന്നിവർ സംസാരിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ BK ബിജു പ്രമോദ്, PP ഷീന, P ഇന്ദിര, M സത്യ, വോളണ്ടിയർ സെക്രട്ടറിമാരായ K അഷ്ഫാഖ്, TM ഫൈസാൻ, KV ദിൽന, KM സാറാബി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചീമേനി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടത്തുന്ന നവീകരണ ധ്വജപ്രതിഷ്ഠ കൊടിയേറ്റ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. 75 ലക്ഷത്തിൽ പരം രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളുടെ ധനസമാഹരണവും കലശ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും സെപ്റ്റംബർ 1 ഞായറാഴ്ച രാവിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചീമേനി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടത്തുന്ന നവീകരണ ധ്വജപ്രതിഷ്ഠ കൊടിയേറ്റ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. 75 ലക്ഷത്തിൽ പരം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളുടെ ധനസമാഹരണവും കലശ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും സെപ്റ്റംബർ 1 ഞായറാഴ്ച രാവിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി തെക്കിനിയേടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് ഫണ്ട് സ്വീകരണവും അനുഗ്രഹ പ്രഭാഷണവും നടത്തും. സമ്മാന നിധി കാർഡ് വിതരണോദ്ഘാടനം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ നിർവഹിക്കും. ക്ഷേത്രം കാരണവന്മാരും സ്ഥാനികരും ക്ഷേത്രം മേൽശാന്തിയും ചടങ്ങിൽ പങ്കെടുക്കും. ഈ വരുന്ന സെപ്റ്റംബർ 1 ഈ അയ്യപ്പൻ്റെ തിരുനടയിൽ അയ്യപ്പ ഭക്തരായ മുഴുവൻ ഭക്തജനങ്ങളെയും ധനശേഖരണാർത്ഥം ആ ക്ഷേത്ര തെരുവിലേക്ക് ക്ഷണിക്കുകയും ആ പരിപാടിയിൽ നമ്മുടെ പ്രിയപ്പെട്ട കാസർഗോഡ് പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലെ MP രാജ്മോഹൻ ഉണ്ണിത്താൻ പരിപാടി ഉദ്ഘാടനം ചെയ്തായിരുന്നു. വാർത്താ സമ്മേളനത്തിൽ സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ കരിമ്പിൽ കൃഷ്ണൻ, വർക്കിംഗ് ചെയർമാൻ KM ദാമോദരൻ, K പ്രഭാകരൻ, വിജയൻ ഓയോളം, കുടുക്കേൻ ശ്രീധരൻ, K രാഘവൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ദേശീയ ചെറുകിട വ്യവസായ ദിനാചരണം കാഞ്ഞങ്ങാട് റോട്ടറി ജില്ലാ വ്യവസായ കേന്ദ്രം, കേരള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ദേശീയ ചെറുകിട വ്യവസായ ദിനത്തിൽ കാഞ്ഞങ്ങാട് റോട്ടറി ജില്ലാ വ്യവസായ കേന്ദ്രം, കേരള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ എന്നിവ ചേർന്ന് നിലവിലുള്ള ചെറുകിട വ്യവസായങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താൻ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് റോട്ടറി സെന്ററിൽ നടന്ന സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് റോട്ടറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ K സജിത് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അസിസ്റ്റന്റ് ജില്ലാ ഓഫീസർ KC ലിജി വിശിഷ്ടാതിഥിയായിരുന്നു. ജില്ലയിൽ ആദ്യമായി സംസ്ഥാന സർക്കാരിന്റെ കേരള ബ്രാൻഡ് സർട്ടിഫിക്കറ്റ് നേടിയ അബ്ബാസ് കല്ലട്രയെ ചടങ്ങിൽ ആദരിച്ചു. കേരള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി മുജീബ് അഹമ്മദും വൈസ് പ്രസിഡന്റ് KV സുഗതനും ചേർന്നാണ് ആദരിച്ചത്. പ്രോഗ്രാം ചെയർമാൻ KK സേവിച്ചൻ, റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ VV ഹരീഷ്, റോട്ടറി ഡിസ്ട്രിക്ട് വൊക്കേഷണൽ ചെയർമാൻ MK വിനോദ് കുമാർ, ക്ലബ് അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ M വിനോദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കനത്ത മഴയിൽ തൃക്കരിപ്പൂർ ഈയക്കാട്ട് കിണർ ഇടിഞ്ഞു താഴ്ന്നു. ഈയക്കാട്ട് EMS വായനശാലയ്ക്ക് സമീപത്തെ VP ദേവിയുടെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞു താഴുന്നത്. കനത്ത മഴയിൽ തൃക്കരിപ്പൂർ ഈയക്കാട്ട് കിണർ ഇടിഞ്ഞു താഴ്ന്നു. ഈയക്കാട്ട് EMS വായനശാലയ്ക്ക് സമീപത്തെ VP ദേവിയുടെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. കിണറ്റിലൊരൊട്ടരക്ക് നമ്മ ഇങ്ങനെ മുറ്റത്തേക്ക് കഴിയുമ്പോഴത്തേക്ക് ഒച്ച കിട്ടു. അപ്പം പേടിച്ചു എല്ലാവരും. അങ്ങനെ ചോറൊന്നും കഴിച്ചില്ല. പിന്നെ ചോറ് വന്നിന് വെള്ളം പോയാൽ പിന്നെ ചോറ് വയ്ക്കാൻ കഴിയുക. വ്യാഴാഴ്ച രാത്രിയിലാണ് സംഭവം. ശക്തമായ മഴ പെയ്യുമ്പോൾ വൻ ശബ്ദത്തോടെ കിണർ ഭൂമിയിലേക്ക് താഴ്ന്നു പോവുകയായിരുന്നു. മോട്ടോറും കല്ലുകളും ഉൾപ്പെടെ ഇടിഞ്ഞമർന്നു. സഹോദരന്റെ മകൻ പ്രമോദിന്റെ ഭാര്യ ചിത്രയും മകൾ കരിവള്ളൂർ AV സ്മാരക ഹൈസ്കൂൾ വിദ്യാർത്ഥി അമയയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. KSSPU ഹൊസ്ദുർഗ് യൂണിറ്റ് കൺവെൻഷൻ സമാപിച്ചു. കാരാട്ടുവയൽ പെൻഷൻ ഭവനിൽ ജില്ലാ സെക്രട്ടറി P കുഞ്ഞമ്പു നായർ ഉദ്ഘാടനം ചെയ്തു. KSSPU ഹൊസ്ദുർഗ് യൂണിറ്റ് കൺവെൻഷൻ കാരാട്ടുവയൽ പെൻഷൻ ഭവനിൽ നടന്നു. ജില്ലാ സെക്രട്ടറി P കുഞ്ഞമ്പു നായർ ഉദ്ഘാടനം ചെയ്തു.
2019 നടത്തിയ പരിഷ്കരണ ഉത്തരവ് 2023 പുറത്തിറങ്ങിയത്. അത് മുൻകൂട്ടി സംസ്ഥാന കമ്മിറ്റി കൊണ്ടുകൊണ്ടാണ്. അതായത് അതിൻ്റെ ഐഡിയസ് നമുക്ക് ലഭ്യമായിട്ടില്ല. അതൊക്കെ സംസ്ഥാന കമ്മിറ്റി മുൻകൂട്ടി ആലോചിച്ചുകൊണ്ടാണ് സമയബന്ധിതമായിട്ട്, അതായത് 1/7/2014 ശമ്പള പെൻഷൻ പരിഷ്കരിക്കുന്നതിനുള്ള ആരംഭ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് നമ്മൾ ഗവൺമെന്റിനോട് മുൻകൂട്ടി ആവശ്യപ്പെട്ടു. ഒരു സംഘടനയും ആവശ്യപ്പെട്ടില്ല, ഒരു സർവീസ് സംഘടനകൾ ആവശ്യപ്പെട്ടില്ല, മറ്റ് പെൻഷൻ സംഘടനകൾ ആവശ്യപ്പെട്ടില്ല. ആദ്യമായി ആവശ്യപ്പെടുന്ന കേരള സ്റ്റേറ്റ് സഭ യൂണിറ്റ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ എസ് ഗോപാലകൃഷ്ണൻ, ബ്ലോക്ക് സെക്രട്ടറി കെ ചന്ദ്രശേഖരൻ, ബ്ലോക്ക് പ്രസിഡന്റ് ബി പരമേശ്വരൻ, യൂണിറ്റ് ചാർജ് കെ വി കുഞ്ഞികൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം വി വി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി കെ ചന്ദ്രൻ സ്വാഗതവും ട്രഷറർ കെ മോഹൻദാസ് നന്ദിയും പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി KSSPU മുൻ അംഗമായ മരണപ്പെട്ട വി വി സ്വാമിക്കുട്ടിയുടെ ഫോട്ടോ ജില്ലാ കമ്മിറ്റി അംഗം വി വി ബാലകൃഷ്ണൻ അനാച്ഛാദനം ചെയ്തു. സംഘടനയിൽ പുതുതായി അംഗത്വമെടുത്ത ബി സുരേന്ദ്രൻ, ദേവകി KS, സുധാറാണി, സുധ, ബാലകൃഷ്ണൻ എന്നിവരെ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാരുണ്യ പ്രവർത്തനങ്ങളുമായി തണൽ ബല്ല പ്രവാസി കൂട്ടായ്മ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപ കൈമാറി. മണലാരണ്യത്തിൽ വിയർപ്പൊഴുക്കി തങ്ങളുടെ ജീവിതത്തിന്റെ നല്ല ഭാഗവും പ്രവാസ ജീവിതത്തിൽ ഒതുങ്ങുമ്പോഴും തങ്ങൾ ജനിച്ച നാടിനെ മറക്കാതെ നാട്ടിലെ അശരണരുടെയും നിർധനരുടെയും ദുരിതങ്ങൾ കൈത്താങ്ങാവുകയാണ് ഒരു പറ്റം പ്രവാസി സുഹൃത്തുക്കൾ. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ ബല്ല ഗ്രാമം പരിധിയാക്കി UAEയിൽ പ്രവർത്തിക്കുന്ന പ്രവാസി സംഘടനയാണ് തണൽ ബല്ല. ദുരിതാശ്വാസ പ്രവർത്തനം, കാരുണ്യ പ്രവർത്തനം, നാട്ടിലെ ക്ലബ്ബുകളിലെയും അമ്പലങ്ങളിലെയും ഉത്സവ കൂട്ടായ്മകൾ തുടങ്ങി എല്ലാ മേഖലകളിലും തണൽ ബല്ലയിലെ പ്രവർത്തകർ കൈകോർത്ത് പ്രവർത്തിക്കുന്നു. 2011 തണൽ ബല്ലയുടെ പ്രവർത്തനാരംഭം. 100-ൽ പരം മെമ്പർമാർ ഉൾക്കൊള്ളുന്ന തണൽ ബല്ല ഓരോ വർഷവും 25ഓളം ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു. തമ്പാൻ പൊതുവാൾ ബല്ല ചെയർമാനായും സി രവി ചിരക്കര സെക്രട്ടറിയായും കെ ശ്രീജിത്ത് നെല്ലിക്കാട്ട് പ്രസിഡന്റായും കെ രാജേഷ് കുറ്റിക്കോൾ ട്രഷററുമായുള്ള കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സംഘടനയുടെ ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇക്കഴിഞ്ഞ വയനാട് ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നതിനും സർക്കാരിന്റെ വയനാട് ദുരന്ത പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്നതിനും വേണ്ടി തണൽ ബല്ല പ്രവർത്തകർ സമാഹരിച്ച 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കാസർഗോഡ് കളക്ട്രേറ്റിൽ വെച്ച് കൈമാറി. കാസർഗോഡ് കളക്ടറുടെ കാര്യാലയത്തിൽ വെച്ച് തണൽ ബല്ലയുടെ പ്രവർത്തകരായ രാജേഷ് കുറ്റിക്കോൽ, പി കണ്ണൻ പുല്ലാക്കൊടി, പി ബാബു പാക്കത്ത്, പി ഉണ്ണിപ്പൊന്നൻ, PV പ്രശാന്ത് കുമാർ പൈരടുക്കം, M അനു മഞ്ഞ എന്നിവർ ചേർന്ന് തുക കളക്ടർ കെ ഇമ്പശേഖറിന് കൈമാറി. കൂടാതെ ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി നിരാലംബരായ ഒരു കുടുംബത്തിന് മുത്തപ്പന്തറ കൊഴക്കുണ്ടിൽ വാസയോഗ്യമല്ലാത്ത ഒരു വീട് പുതുക്കിപ്പണിത്ത് വാസയോഗ്യമാക്കി നൽകാനുള്ള പ്രവർത്തനങ്ങളും തണൽ ബല്ലയുടെ പ്രവർത്തകർ ചെയ്തു വരുന്നുണ്ട്. തണൽ ബല്ലയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി ചെമ്മട്ടംവയൽ ചിൽഡ്രൻസ് പാർക്കിന് സമീപം ഓഫീസിനും മറ്റുമായി ഒരു ആസ്ഥാന മന്ദിരം കൂടി ഒരുക്കാനുള്ള പ്രവർത്തനത്തിലാണ് പ്രവർത്തകർ. ദുരന്തമുഖങ്ങളിലും മറ്റും കൈത്താങ്ങായി മാത്രമല്ല, ആഘോഷങ്ങളിലും തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ തണൽ ബല്ലയുടെ പ്രവർത്തകർ ശ്രദ്ധിക്കാറുണ്ട്. 2024 ഓണം ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളും മണലാരണ്യത്തിൽ വെച്ച് തണൽ ബല്ല നടത്തുന്നു. ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി ഒക്ടോബർ 13 അജ്മൽ ക്രൗൺ പാലസ് ഹോട്ടലിൽ വെച്ച് വിവിധ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. തണൽ ബല്ലയുടെ കലാ, കായിക, സാംസ്കാരിക, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിലെ മറ്റ് സംഘടനകളും ഏറ്റെടുത്ത് നടത്താൻ മുന്നോട്ട് വരുമെന്ന് പ്രവർത്തകർ പ്രത്യാശ പ്രകടിപ്പിച്ചു. തമ്പാൻ പൊതുവാൾ ബല്ല ചെയർമാനായും സി രവി ചിരക്കര സെക്രട്ടറിയായും കെ ശ്രീജിത്ത് നെല്ലിക്കാട്ട് പ്രസിഡന്റായും കെ രാജേഷ് കുറ്റിക്കോൾ ട്രഷററുമായ കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിലായി 16 പുരസ്കാരങ്ങളാണ് ജനകീയ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത്. പുരസ്കാര വിതരണം സെപ്റ്റംബർ 5-ന്. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലെ വഴിയോര കച്ചവടക്കാരെ പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിലേക്ക് പുനരധിവസിപ്പിക്കുന്ന നടപടി സംസ്ഥാന വഴിയോര തർക്ക പരിഹാര സമിതി സ്റ്റേ ചെയ്തതായി വഴിയോര വ്യാപാര സ്വയം തൊഴിൽ സമിതി. കെട്ടിടത്തിലെ ബങ്കുകൾ ഭരണകക്ഷിയുടെ ഇഷ്ടക്കാർക്ക് മാത്രമാണ് അനുവദിച്ചിരിക്കുന്നതെന്നും വഴിയോര തർക്ക പരിഹാര സമിതി.
ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ കാലാവസ്ഥ അനുകൂലമായാൽ അടുത്തയാഴ്ചയെന്ന് ഡ്രഡ്ജിംഗ് കമ്പനി. ഇത് സംബന്ധിച്ച് ഭരണകൂടത്തിന്റെ നിർദ്ദേശം ലഭിച്ചതായും കമ്പനി. കാസർഗോഡ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന 3000 ഇലക്ട്രോണിക് സിഗരറ്റുമായി 2 പേർ പിടിയിൽ. ജില്ലയിലെ വിവിധ കടകളിൽ ഈ സിഗരറ്റിന്റെ വിൽപ്പന നടക്കുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന ശക്തം. മംഗളൂരുവിൽ മാരക മയക്കുമരുന്നായ MDMAയുമായി കാസർഗോഡ് സ്വദേശികൾ ഉൾപ്പെടെ 3 പേർ പിടിയിൽ. ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളാണ് പിടിയിലായത്. കാസർഗോഡ് മല്ലമ്പാറയിൽ പുലി കെണിയിൽ കുടുങ്ങി ചത്ത സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഒളിവിലായിരുന്ന M സുന്ദരനായിക്കാണ് വനം വകുപ്പിന്റെ പിടിയിലായത്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.